അറസ്റ്റിലായ എൻ വാസുവിനെ വിലങ്ങിട്ട് കോടതിയിൽ എത്തിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന വാർത്ത വരുന്നു. അതുകൂടി പരിശോധിക്കാം. നേരത്തെ നടപടിക്ക് ഉന്നതങ്ങളിൽ നിന്നും ശുപാർശ വന്നിരുന്നു. ഇപ്പോൾ നടപടിയെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിലയിരുത്തൽ. വാസുവിനെ വിലങ്ങിട്ട ദൃശ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. അപ്പോൾ അനന്തൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അനന്തകൃഷ്ണൻ, അപ്പോൾ ഈ വാസുവിനെ വിലങ്ങണിച്ച്, അതായത് ഒരു കൈയിൽ വിലങ്ങിന്റെ ഭാഗം അണിയിച്ചാണ് കോടതിയിലേക്ക് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്, കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക്. അപ്പോൾ ഇത് വലിയ വിമർശനങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. കാരണം ഏതൊക്കെ സാഹചര്യത്തിൽ ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ പ്രതിയേർക്കപ്പെട്ട ആളെ വിലങ്ങണിയിക്കാം എന്നതടക്കം സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ നിയമത്തിൽ BSS അടക്കം സുരക്ഷാ സംഹിതയിലടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് പിഴവ് പറ്റിയത്? ഇക്കാര്യത്തിൽ എന്ത് പരിശോധന നടന്നു? എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാർക്കെതിരെ നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത്? പ്രതീക്ഷ, ഇതിൽ കുഴപ്പമായത് നമ്മൾ രണ്ടും സംസാരിച്ചുകൊണ്ടിരുന്ന ഇതുപോലൊരു സന്ദർഭത്തിലാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ എടുത്ത് കാണിക്കുന്നത്. വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അതിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അന്ന് ഈ യുവതികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ വാസു എടുത്ത നിലപാടിനെ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അയ്യപ്പ ഭക്തർ ആ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. വിലങ്ങുമായി കോടതിയിൽ വന്നത്. പിന്നീട് ഇത് നമ്മളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരം നേടി. ഈ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളത് പുറത്തേക്ക് വിടുന്ന സമയത്ത് ഞാനത് പറഞ്ഞത് എനിക്ക് ഉള്ളാലൊരു വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല. കാരണം അത് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? വാസുവിനോടുള്ള മമത കൊണ്ടല്ല. പക്ഷേ അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതിയേർക്കപ്പെട്ട സാഹചര്യം, ഏത് രീതിയിൽ ഒരു പ്രതിയാക്കപ്പെട്ട ആളെ സുപ്രീം കോടതി അടക്കം നിഷ്കർഷിക്കുന്ന മാർഗരേഖകളുണ്ട്. അത് പ്രകാരം വിലങ്ങ് ചാർത്തപ്പെടാൻ അദ്ദേഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ആളല്ല. അതുകൊണ്ടാണ് നമ്മൾ അന്ന് എടുത്തു പറഞ്ഞത്. അതെ, അത് അതിനുശേഷം ഇത് ഇത്തരം വലിയ പ്രചാരണമൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും CPM-നകത്തും ഒപ്പം തന്നെ സർക്കാർ തലത്തിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട അനിഷ്ടങ്ങൾ രൂപപ്പെട്ടു. അങ്ങനെ അനിഷ്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതേപ്പറ്റി അന്വേഷണം തുടങ്ങിയത്. നമ്മളോട് തന്നെ അന്വേഷിച്ചു, ഇത് നിങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കുന്നതിൽ ആധികാരികത ഉണ്ടോന്നൊക്കെ ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ വിലങ്ങുള്ള ദൃശ്യങ്ങൾ സംബന്ധിച്ച് എങ്ങനെയാണ് വിലങ്ങ് വെച്ചതെന്ന് പോലീസ് തലത്തിൽ അന്വേഷണം വന്നപ്പോൾ ജയിലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നന്ദാവനം AR ക്യാമ്പിൽ 2 പോലീസുകാരാണ് ഈ വിലങ്ങ് വെച്ചത് എന്നത് സംബന്ധിച്ച വിവരം അവർക്ക് കിട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നു. ഒടുവിൽ ഇവരുടെ മൊഴിയെടുത്ത ശേഷം, അപ്പോൾ അവർ പറഞ്ഞ മൊഴി എന്ന് പറഞ്ഞാൽ ജയിൽ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ പ്രതികളെയും ഈ വിലങ്ങ് വെച്ച് കൊണ്ടുപോകണം. അപ്പോൾ വാസുവിനോട് ഞങ്ങൾ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അനുവദിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ മൊഴി. ഇപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് വിലങ്ങ് വെക്കേണ്ടത്? നിലവിൽ ഈ പുതിയ ഈ ക്രിമിനൽ നടപടി ചട്ടം വന്നതിന് ശേഷം കുറച്ച് നിഷ്കർഷകൾ അത് പ്രകാരമുണ്ട് ആർക്കൊക്കെയാണ് വിലങ്ങ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഒരു കുറച്ചും കൂടെ ഗ്രേവായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതികൾക്കാണ് അതിനൊരു പട്ടികയൊക്കെ ഉണ്ട്, അത് ആർക്കൊക്കെ വിലങ്ങ് വെക്കാമെന്നൊക്കെ ഉള്ളത്. അത് പ്രകാരം, അത് സെക്ഷൻ 43 പ്രകാരം ഈ വാസുവിന് വിലങ്ങ് വെച്ചത് തെറ്റാണെന്നാണ് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസുകാർക്കെതിരെ നടപടിയൊക്കെ എടുക്കാൻ വേണ്ടി മുതിർന്നതും അതിനുവേണ്ടി അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും പോലീസുകാർക്കെതിരെയെന്ന്. പക്ഷേ അന്ന് തന്നെ ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ, ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അതൊന്ന് പിടിച്ചു വെച്ചു. ആ റിപ്പോർട്ടും അന്വേഷണം ശുപാർശയും പിടിച്ചു വെച്ചു. കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരണം ഈ ശബരിമല അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് വാസുവിനെ വിലങ്ങ് വെച്ച് വരുന്ന ദൃശ്യങ്ങൾ അത് അവരെ വലുതായിട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു. അതിനെ അങ്ങനെ വിലങ്ങ് വെച്ച് വന്നത് അത് ചിലതിൻ്റെ തിരിച്ചടിയാണെന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഈ ഒരു ഘട്ടത്തിൽ വാസുവിനെ വിലങ്ങ് വെച്ച പോലീസുകാർക്കെതിരെ നടപടിക്ക് പോയാൽ അത് ഇരട്ടടിയാകും, കൂടുതൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസ് ആസ്ഥാനത്ത് ഉണ്ടാവുകയും സർക്കാരിന് തന്നെ അങ്ങനെ ചില ഉപദേശങ്ങൾ കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഫലത്തിൽ രക്ഷപ്പെട്ടത് ഈ നടപടിക്ക് വിധേയമാകേണ്ടിയിരുന്ന പോലീസുകാരും പത്മകുമാറുമാണ്. കാരണം ഇന്ന് രാവിലെ പത്മകുമാറിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർക്ക് അനൗദ്യോഗികമായ നിർദ്ദേശം വന്നു, വിലങ്ങ് വെച്ച് കൊണ്ടുപോകേണ്ടതില്ല, അത് ചട്ടവിരുദ്ധമാണ് നിർദ്ദേശം വന്നു. അത് നമ്മൾ വാർത്തയായിട്ട് കൊടുക്കുകയും ബ്രേക്കിംഗ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു നമ്മൾ ആ വാർത്ത, പത്മകുമാറിന് വിലങ്ങ് വെക്കില്ല എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല
വാസുവിനെ സംബന്ധിച്ചുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ദേവസ്വം ബോർഡിന്റെ പ്രധാനിയായിരുന്നു, 2 ഘട്ടങ്ങളിലായി ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് എത്തുന്ന മനുഷ്യനാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ CPM ഭരിക്കുന്ന ഒരു സമയത്ത് CPM-ന്റെ പോലീസുകാർ, ഇതിപ്പോ SIT ആണെങ്കിലും ഒരു സമാനതകളില്ലാത്തൊരു സിറ്റുവേഷൻ. സുപ്രീം കോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകൻ തന്നെ അദ്ദേഹവും ഈ നമ്മളുടെ ദൃശ്യം ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്റ് വാസുവിന്റെ ഇങ്ങനെ ഈ വിലങ്ങ് വെച്ച് വരുന്ന ഒരു ദൃശ്യം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കമന്റ് പോലും ഇട്ടത്. അതൊരു എന്താ പറയുന്ന ഒരു കാലത്തിന്റെ ഒരു നിയോഗമാണെന്നൊക്കെ പറഞ്ഞ കാവ്യനീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതില് പ്രശ്നം പ്രതീഷ് പറഞ്ഞതുപോലെ ജില്ലാ ജഡ്ജിയുടെ കസേരയിൽ അല്ലെങ്കിൽ ആ അധികാരമുള്ള കസേരയിൽ ഇരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ, അതും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന കൊല്ലം കോടതിയിൽ ഒരു വിലങ്ങും വെച്ചുകൊണ്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അത് നമ്മൾ അന്ന് വാർത്ത കൊടുക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ശബരിമല കൊള്ളയിൽ ഇപ്പോൾ സമീപകാലത്ത് വലിയ ചർച്ചയായത് വാസുവിന് വിലങ്ങ് വെച്ച കാര്യം തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ വാസുവിന് വിലങ്ങിട്ട സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായ സന്ദേശം നൽകും. പ്രത്യേകിച്ച് ശബരിമല തട്ടി നിൽക്കുന്ന വികാരം അത് ഈ സർക്കാരിനൊക്കെ എതിരാണ് എന്നുകൂടി കണ്ടിട്ടാവണം അങ്ങേരു തീരുമാനത്തിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്.